ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗീതുവിൻ്റെയും ഗോവിന്ദിൻ്റെയും പുതിയ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗീതു കിഷോറിൻ്റെ താഴെ വീഴ്ത്തിയിട്ടിരിക്കുകയാണല്ലോ നമ്മുടെ ഗോവിന്ദ് അടിച്ചിട്ടിട്ട്. നമ്മുടെ ഗീതു അജസിക്ക മ്യൂസിക് അങ്ങോട്ട് വെക്കി എന്ന് പറഞ്ഞ് ഭയങ്കര റോളൊക്കെ കാണിച്ച് ഇങ്ങനെ സ്റ്റാറിനെ പോലെ വന്നിങ്ങനെ കിഷോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് കിഷോറിൻ്റെ അടുത്ത് ഗീതു പറയാണ്, നിനക്ക് എന്നെ ഭാര്യയായി വാഴ്ത്തണം അല്ലടാ. എന്നിട്ട് നമ്മുടെ ബാക്കി പറയാനായിട്ട് നിൽക്കുമ്പോഴേക്കും, അയ്യോ ഗോവിന്ദേട്ടാ, ഞാൻ പറയാൻ വന്ന ഡയലോഗൊക്കെ മറന്നുപോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ നമുക്ക് ആ സ്റ്റൈലൊന്ന് മാറ്റി പിടിക്കാം, നീ വേണമെങ്കിൽ ഇവനെ അടിച്ചോ, സിനിമ സ്റ്റൈലിൽ ഇവനെ അടിച്ചു വീഴ്ത്ത്, ഡയലോഗ് ഇനി നിർത്താമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഗീതു വലിയ കാര്യത്തിൽ കിഷോറിനെ കാലും കൊണ്ട് ഇങ്ങനെ തൊഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ഗീതുവിന് വേദനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്റ്റണ്ട് ചെയ്യണവരെയൊക്കെ സമ്മതിക്കണം, എൻ്റെ കാല് പോയി ഓ ഓ പറഞ്ഞ് ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ അവർണിക ഗണ്ണ് എടുത്തിട്ട് കിഷോറിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഞാനിവനെ കൊല്ലും, എനിക്കിനി ഇവനെ വേണ്ട, ഞാനിവനെ കൊല്ലും എന്ന് പറഞ്ഞിങ്ങനെ ഗണ്ണിങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗീതു വേണ്ട അവർണിക വേണ്ട എന്നിങ്ങനെ പറയും കേട്ടോ. ആ സമയം നമ്മുടെ അജാസ് പെട്ടെന്ന് വന്ന് ആ ഗണ്ണ് മാറ്റിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നീ ഇങ്ങനെ ചെയ്താൽ നീ ജയിലിൽ പോവില്ലേ, പിന്നെ നിൻ്റെ കുഞ്ഞ് എവിടെയായിരിക്കും വളരാമെന്നൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു ലോകത്തിന് ഒരു അനാഥ കുഞ്ഞിനെ കൂടി നീ ഇനി കൊടുക്കണോ, എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അവിടുന്ന് അവർണിക കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഗീതു ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തിനാ അവർണിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, കുഞ്ഞിൻ്റെ ഭാവി ആലോചിച്ച് നോക്ക്, എല്ലാം നിനക്ക് അറിയുന്നതല്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ അവർണിക പറയുന്നുണ്ട്, എനിക്ക് എവിടെയോ എൻ്റെ ഉള്ളിൽ കിഷോറിൻ്റെ അടുത്ത് ഇപ്പോഴും സ്നേഹമുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും അവൻ ഇങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ അപമാനിക്കപ്പെട്ടപ്പോൾ എനിക്ക് അവനെ കൊന്നു കളയാൻ തോന്നിയത്, എനിക്ക് അത് കണ്ടു നിൽക്കാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാനായിട്ട് നിന്നത്, എവിടെയോ ഒരു ഇഷ്ടം ഇപ്പോഴും ബാക്കിയുണ്ടെന്ന് തോന്നുന്നു എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഗോവിന്ദും അജാസും കേൾക്കുന്നുണ്ട്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട്, കിഷോറിനെ ഇനി അവർണികയുടെ മുമ്പിലിട്ട് ഇനിയൊന്നും പെരുമാറണ്ട, അവൾക്കത് ഫീൽ ആവുന്നുണ്ടെന്ന് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് അറക്കൽ തറവാടാണ്. അവിടെ ഗോവിന്ദും അതുപോലെ തന്നെ ഗീതും രാധികാമ്മയും വരുണും കൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ സമയം നമ്മുടെ ഭദ്രൻ ഇങ്ങനെ മതിലിൻ്റെ അവിടെ വന്നിങ്ങനെ ഒളിഞ്ഞ് നോക്കുകയാണ് കേട്ടോ. ഗേറ്റ് തുറന്നിട്ടുണ്ടാവും, അവിടെ വന്നിങ്ങനെ നോക്കിയിട്ട് രാധികാമ്മ അവിടെ നിൽക്കുന്നുണ്ടാവല്ലോ, അപ്പോൾ അവരും ഉണ്ടല്ലോ കൂടെ. അപ്പോൾ ഇത് പറ്റിയ സമയമാണ്, രാധികാമ്മേനെ ഒന്ന് പേടിപ്പിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദന് ഫോൺ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് മരുമോനെ എന്തൊക്കെയുണ്ട് മോനെ വിശേഷം എന്നൊക്കെ ഇങ്ങനെ സാധാരണ സംസാരിക്കുകയാണ് കേട്ടോ. എനിക്കൊന്ന് മോനെ കാണണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കാണാമല്ലോ, നാളെ കാണാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ ഞെട്ടാണ്, ഈശ്വര എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ, ഞാൻ പെട്ടുപോകുമോ, എന്താ അപ്പം ചെയ്യുക, ആകെ ടെൻഷൻ ആവുകയാണ് ചെയ്യുന്നത് കേട്ടോ രാധികാമ്മ. ശേഷം അവിടുന്ന് ഗോവിന്ദൻ ഗീതും പോവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഭദ്രം വീണ്ടും നമ്മുടെ രാധികാമ്മേനെ വിളിച്ചിട്ട്, ഞാൻ പറഞ്ഞ കാര്യം എന്താ, എനിക്ക് 10 കോടി നാളെ തന്നെ വേണം, ഇല്ലെങ്കിൽ ഞാൻ അറിയാലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാധികാമ്മ പേടിച്ചിട്ട് പറയാണ്, ഭദ്ര പ്ലീസ് ഒന്നും ചെയ്യരുത്, ഞാൻ നിനക്ക് പൈസ നാളെ തന്നെ അറേഞ്ച് ചെയ്ത് തരാം എന്നിങ്ങനെ പേടിച്ചിട്ട് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് പ്രിയമോളെയും അതുപോലെ തന്നെ ഡോക്ടറും അതുപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റൊക്കെ വന്ന് ഇങ്ങനെ കാലും കൈയൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പം നല്ലൊരു മാറ്റം ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയം നമ്മുടെ കാഞ്ചനയും ഉണ്ട് കേട്ടോ അവിടെ. എന്നിട്ട് നമ്മുടെ ഡോക്ടർ പറയും, കുഞ്ഞിനെ കണ്ടിട്ട് ഈ ഡയപ്പറൊന്നും ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ശരിയല്ല, കുഞ്ഞിന് റാഷസ് ഒക്കെ വരും, അതത്ര നല്ലതല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കാഞ്ചന അത് പെട്ടെന്ന് മാറ്റി എടുത്ത് കയ്യിൽ പിടിക്കുന്നൊക്കെ ഉണ്ട്. ശേഷം ഡോക്ടർ പറയുന്നുണ്ട്, ഇതുപോലെ എന്തെങ്കിലും നമ്മുടെ പ്രിയമോൾക്ക് മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഡനായിട്ട് നടക്കണ എന്തെങ്കിലും കാര്യങ്ങൾ ആവുകയാണെങ്കിൽ പ്രിയയ്ക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം അവിടുന്ന് ഗോവിന്ദ് പോവുകയാണ് ചെയ്യുന്നത്. ഡോക്ടറും എല്ലാവരും പോയി. ശേഷം നമ്മുടെ കാഞ്ചന കിടന്ന് മോങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അയ്യപ്പണ് ചോദിക്കുന്നുണ്ട്, ഇതെവിടെ നീ പട്ടി കരയണ സൗണ്ട് എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കാഞ്ചന അയ്യേ കുഞ്ഞി അപ്പിട്ടു എന്ന് പറഞ്ഞിങ്ങനെ കൈ ഇങ്ങനെ കാണിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ പ്രിയ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീതുവിന് സന്തോഷമാവുകയാണ് ചെയ്യുന്നത്. ഗീതു വേഗം ഗോവിന്ദൻ്റെ അടുത്ത് പോയിട്ട് ഈ കാര്യം ഇങ്ങനെ പറയുന്നുണ്ട്, പ്രിയമോള് പൊട്ടി പൊട്ടി ചിരിച്ചു കാണേട്ടാ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യത്തിന് ഈ ഒരു മാറ്റം ഉണ്ടായത് നീ കാരണമാണ് ഗീതോ, ഞാൻ ഈ കാര്യത്തിന് നിൻ്റെ അടുത്ത് എന്നും കടപ്പെട്ടിരിക്കും ഗീതോ എന്നിങ്ങനെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.